മോഷണവും സാമൂഹ്യവിരുദ്ധ ശല്യവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുണ്ടക്കയം TB ജംഗ്ഷനിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. മുണ്ടക്കയം പഞ്ചായത്ത് ഓഫീസ്, TB പോലീസ് സ്റ്റേഷൻ എന്നിവ പ്രവർത്തിക്കുന്ന റോഡിൽ വെളിച്ചക്കുറവ് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. രാത്രിയായാൽ മുണ്ടക്കയം TB ജംഗ്ഷൻ ഇരുളിന്റെ പിടിയിലമരും. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ ലൈറ്റ് അണയുന്നതോടെ വെളിച്ചത്തിന് മറ്റ് മാർഗങ്ങൾ ഒന്നും ഇല്ലാതെയാകും. മുണ്ടക്കയം ടൗണിലും പരിസര പ്രദേശങ്ങളിലും പ്രകാശപൂരിതമാക്കുവാൻ വർഷങ്ങൾക്ക് മുമ്പ് MP ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ മുടക്കി സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ മതിയായ സംരക്ഷണമില്ലാതെ വന്നതോടെ വഴിവിളക്കുകളുടെ ബാറ്ററിയും സോളാർ പാനലുകളും സാമൂഹ്യ വിരുദ്ധർ അപഹരിച്ചു. കൂട്ടിക്കൽ റോഡിലും കോസ്വേ പാലത്തിലും ടൗണിൽ ദേശീയപാതയുടെ വശത്തുമായി 56ഓളം വഴിവിളക്കുകളാണ് അന്ന് സ്ഥാപിച്ചത്. എന്നാൽ ഇവയിൽ ഒന്നുപോലും ഇന്ന് പ്രവർത്തിക്കുന്നില്ല. വഴിവിളക്കുകളുടെ അഭാവം മൂലം മുണ്ടക്കയം TB ജംഗ്ഷനിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ മദ്യപാന സംഘം പല വ്യാപാര സ്ഥാപനങ്ങളുടെയും വരാന്തകളിലാണ് അന്തി ഉറങ്ങുന്നത്. പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. ഇത് വ്യാപാരികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. TB ജംഗ്ഷനിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചാൽ കോസ്വേ കവലയിലും മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ വരെയും ഇതിന്റെ വെളിച്ചം ലഭിക്കും. ഇതോടെ സാമൂഹ്യവിരുദ്ധ ശല്യം ഒഴിവാക്കുവാനും ഇതോടൊപ്പം തെരുവുനായകളിൽ നിന്ന് രക്ഷ നേടുവാനും ഒരു പരിധിവരെ സാധിക്കും. ഇത് രാത്രികാലങ്ങളിൽ കാൽനട വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുവാനും സാധിക്കും. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.